പ്രിയം ഭാഗം 7. തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും മറുപടിയൊന്നും പറയാതെ മുഖം പൊത്തി നിൽക്കുന്ന പ്രിയയെ അവൻ വീണ്ടും വിളിച്ചു. "പ്രിയ, താൻ എന്താടോ ഇങ്ങനെ? " അവൻ അവളുടെ നെറുകയിൽ പതിയെ തലോടാനായി കൈകൾ ഉയർത്താൻ തുടങ്ങിയതും അവൾ മുഖത്തു നിന്നും കൈകൾ മാറ്റിപ്പിടിച്ചു. കരഞ്ഞ കണ്ണുകളിൽ നിന്നും കൺമഷി പടർന്നൊലിച്ചിറങ്ങിയിരുന്നു. അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് മറുപടിയായി പറഞ്ഞു: "സാർ ആരെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ സാറിനൊരു നല്ല മനസ്സുണ്ടെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. സാറിനെപ്പോലൊരാൾക്ക് എന്നെപ്പോലൊരു പെൺകുട്ടി ഒരിക്കലും ചേരില്ല. പ്രണയം, വിവാഹം ഇതൊന്നും ഈ ജീവിതത്തിൽ ഞാൻ ആശിച്ചിട്ടേയില്ല. തളർന്നു കിടക്കുന്ന എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം. ഈ ലോകത്ത് എനിക്ക് അച്ഛനും ഞാനും മാത്രമേയുള്ളൂ കൂട്ടിന്. ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് നടുവിലേക്ക് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്താൻ എനിക്കാവില്ല സാർ. " അവൾ തൊഴുകൈകളോടെ അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആ മറുപടി കേട്ടയുടൻ രാഹുലിന് ചിരിക്കാനാണ് തോന്നിയത്. അവൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ അവളെ വീണ്ടും നോക്കി. "അറിയാം, തൻ്റെ മറുപടി ഇതുതന്നെയാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. താനൊരിക്കലും സമ്മതം മൂളിയിട്ട് തന്നെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടവരോട് നേരിട്ട് തന്നെ ചോദിച്ചുകൊള്ളാം. താൻ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി. " അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. രാഹുൽ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ അവൾ ഒരു നിമിഷം പതറി നിന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കൈകളിൽ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു നടക്കാൻ തുടങ്ങി. അവൻ പോകുന്നതിനു പിറകെയായി അവളും ഒരു പ്രതിമയെപ്പോലെ അവനെ തന്നെ നോക്കി അത്ഭുതത്തോടെ പിന്തുടർന്നു നടന്നു. ഈ കാഴ്ച കണ്ടയുടനെ ശരത്തും അവർക്ക് പിറകെ വാലുപോലെ നടക്കാൻ തുടങ്ങി. രാഹുൽ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ അവൻ പിന്മാറുന്ന പ്രശ്നമേയില്ലെന്ന കാര്യം അവനു നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയയുടെ കൈകളിൽ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും തീരുമാനവും ഇന്ന് തന്നെ ഉണ്ടാക്കുമെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു. രാഹുലിൻ്റെ ധൈര്യവും ആത്മവിശ്വാസത്തോടെയുള്ള ആ നടത്തത്തിൻ്റെ മനോഹാരിതയും അവൻ ശരിക്കും പിറകെ നടന്നുകൊണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഷർട്ടും കസവ് മുണ്ടും ഉടുത്ത് പ്രിയയുടെ കൈയും പിടിച്ചുകൊണ്ട് ഭാട്ടിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ആ സുന്ദരനായ ചെറുപ്പക്കാരനെ വീടിനു വെളിയിൽ നിന്നിരുന്നവരെല്ലാം കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു. ചിലർ ആശ്ചര്യത്തോടെ ഇവരെന്താണ് ചെയ്യുന്നതെന്നറിയാതെ വായ് പൊത്തി അവരെ തന്നെ നോക്കി നിന്നു. കർമ്മം കർമ്മം എന്നു പറഞ്ഞ് നരബാധിച്ച ചില അമ്മൂമ്മമാർ തലയിൽ കൊട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ഒളിഞ്ഞു നിന്നു നോക്കാൻ തുടങ്ങി. ആരെയും വകവയ്ക്കാതെ തെല്ലും ഭയമില്ലാതെ അവൻ പ്രിയയുടെ വീടിനുള്ളിലേക്ക് കയറി ചെന്നു. അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന രാഹുലിനെ കണ്ടപ്പോൾ പാട്ടിയൊന്നുകൂടി കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടെ നോക്കി. കട്ടിലിൽ കിടക്കുന്ന അച്ഛൻ്റെ സമീപത്തേക്ക് അവളെയും കൊണ്ടവൻ ചെന്നു നിന്നു. ആ കൈകളിലെ പിടുത്തവും പ്രിയയുടെ മുഖത്തെ പരിഭ്രമവും കണ്ടപ്പോൾ സേതുരാമൻ ഒരു പതർച്ചയോടെ അവരെ രണ്ടുപേരെയും ഉറ്റുനോക്കി. അച്ഛനെ കണ്ടതും ഞെട്ടിയുണർന്ന പോലെ അവൾ ആ കൈകളിൽ നിന്നും പിടിവിടാനായി ഒന്നു ചിണുങ്ങി. അവനത് തിരിച്ചറിഞ്ഞെന്ന പോലെ ആ പിടുത്തം പതിയെയൊന്ന് അയച്ചു കൊടുത്തു. അവൾ അവനിൽ നിന്നും തെല്ലകലത്തിൽ മാറി പിറകിലേക്ക് നിന്നു. വെപ്രാളപ്പെട്ട മനസ്സുമായി അച്ഛനെയും രാഹുലിനെയും അവൾ മാറി മാറി നോക്കുകയായിരുന്നു. "എന്താ കുട്ടി, എന്താ ഉണ്ടായേ? എൻ്റെ മോള് എന്തേലും അവിവേകം പ്രവർത്തിച്ചുവോ? " അയാൾ കിടന്ന കിടപ്പിൽ സംശയത്തോടെ രാഹുലിനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പതർച്ചയും ഭയവും കണ്ടപ്പോൾ രാഹുൽ അധികം ദീർഘിപ്പിക്കാതെ കാര്യത്തിലേക്ക് കടന്നു. "ഇല്ല, സാറിൻ്റെ ഈ മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നം എനിക്കാണ്. അത് തീർത്തു തരാൻ സാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്നത്തോടെ എൻ്റെ ഡോക്യുമെൻ്ററി പഠനം അവസാനിക്കുകയാണ്. അതിനു മുൻപ് എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. " അയാൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. "എന്തു പ്രശ്നം? ഈ കിടക്കണ കിടപ്പീന്ന് എണീക്കാൻ പറ്റാത്ത ഞാനെങ്ങനെയാ കുഞ്ഞേ തൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത്? എന്തായാലും മോനിങ്ങ് അടുത്ത് വന്നിരിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ തൻ്റെ പ്രശ്നം. " അയാൾ സ്നേഹത്തോടെ രാഹുലിനെ അരികിലേക്ക് വിളിപ്പിച്ചു. കുറച്ചു ദിവസത്തെ പരിചയമേ അവർ തമ്മിലുള്ളൂവെങ്കിലും രാഹുലിനെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ്റെ പെരുമാറ്റവും നെയ്ത്തുശാലയോടുള്ള താല്പര്യവുമെല്ലാം അദ്ദേഹത്തെ അവനുമായി കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. കുറഞ്ഞ നാളുകൾ കൊണ്ട് അവർ തമ്മിൽ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും രാഹുലിന് സാധിച്ചിരുന്നു. അവൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിരുന്നു.
അയാളുടെ കൈകൾ സ്വന്തം കൈകളുമായി അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സാറിൻ്റെ മകൾ പ്രിയയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? അത് കേട്ടതും അയാൾ പെട്ടെന്ന് കൈകൾ പിന്നിലേക്ക് വലിച്ചു. നിശ്ചലഭാവത്തിൽ ഒന്നും പറയാൻ കഴിയാതെ മുഖമൊന്ന് തിരിഞ്ഞു കിടന്നു. ഏതൊരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ താൻ കേട്ടിരിക്കുന്നത്. സ്വന്തം മകളുടെ വിവാഹം. മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ കഴിയുന്ന താൻ എങ്ങനെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് അദ്ദേഹം സ്വയം ഉരുവിട്ട് കിടന്നു. അന്നേരം ആ കണ്ണുകളിൽ നിന്നും അറിയാതെ ഒരു നനവ് പൊടിയുന്നത് അവനു കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ അവനിൽ തന്നെ ചേർത്ത് പിടിച്ചതിന് ശേഷം വീണ്ടും അക്കാര്യം തന്നെ അവൻ വീണ്ടും ആവർത്തിച്ചു പറയാൻ ശ്രമിച്ചു. ഡോക്യുമെൻ്ററി എടുക്കാൻ എന്ന പേരിൽ വന്നതാണെങ്കിൽ പോലും സത്യത്തിൽ പ്രിയയോടുള്ള ഇഷ്ടമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പ്രിയയെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് ആവശ്യപ്പെടുന്നത്. അവൾക്കൊരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം സാർ. പ്ലീസ് എൻ്റെ ഈ അപേക്ഷ സാറ് സ്വീകരിക്കണം. ഒരച്ഛൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പറയാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഈ ചെറുപ്പക്കാരൻ നിസ്സാരക്കാരനല്ലെന്നുള്ള കാര്യം അയാൾക്കും വ്യക്തമായി. അയാൾ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന തൻ്റെ മകൾ പ്രിയയെയും തൻ്റെ അരികിലിരിക്കുന്ന രാഹുലിനെയും ഒന്ന് കണ്ണോടിച്ചു നോക്കി. ആ വ്യസനത്തോടെ തന്നെ അയാളുടെ സങ്കടങ്ങൾ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സഹാനുഭൂതിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് പലപ്പോഴും തിരുത്താൻ കഴിയാതെ വരുമ്പോൾ ജീവിതം ഒരുപക്ഷെ നമുക്ക് വേദനകൾ സമ്മാനിച്ചേക്കാം. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചെന്നും വരില്ല. അറിഞ്ഞുകൊണ്ട് മോനൊരിക്കലും ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കരുതെന്നയാൾ യാചിച്ചു പറഞ്ഞു. എന്നാൽ തൻ്റെ ഇഷ്ടം വെറും ഒരു കളിയല്ലെന്നും പറഞ്ഞുകൊണ്ടവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. പ്രിയയോടുള്ള തൻ്റെ കൂട്ടുകാരൻ്റെ ആത്മാർത്ഥ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ ശരത്തും ഒട്ടും പിറകിലല്ലായിരുന്നു. രാഹുലിനെക്കുറിച്ച് പറയാൻ അവൻ്റെ സ്നേഹത്തിനും നാവുകൾക്കും ശരിക്കും നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ലെന്നതാണ് സത്യം. കേൾവിക്കല്പം കുറവുണ്ടായിരുന്നെങ്കിലും കേട്ട കാര്യങ്ങളെല്ലാം വച്ചുകൊണ്ട് പാട്ടിയും രാഹുലിനെ അനുകൂലിക്കാൻ തുടങ്ങി. നമ്മ പ്രിയക്കൊച്ചിനെ இந்த புள்ளைக்கு ரொம்ப ഇഷ്ടന്ന அந்த മഹാമായയെ നനച്ച് സറിന്ന് സൊല്ലിട് രാമ. പാട്ടിയും അവർക്ക് സപ്പോർട്ടായി പറഞ്ഞപ്പോൾ സേതുരാമൻ കൂടുതൽ ബലം പിടിക്കാതെ അവർക്ക് അനുകൂലമായി തലയാട്ടി സമ്മതിച്ചു. പ്രാരാബ്ധങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരും ഉണ്ടെന്നതിൽ ഞാനേറെ സന്തോഷിക്കുന്നു മോനെ. പക്ഷേ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരിക? മോനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയുകയുമില്ലല്ലോ എന്നയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അച്ഛൻ്റെ സമ്മതം തന്നെ അവനു കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായാണ് അവൻ കണക്കാക്കിയിരുന്നത്. ഇനിയെല്ലാം തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന അർത്ഥത്തിൽ അത് കേട്ടതും ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവിടെ കൂടിയിരുന്ന എല്ലാവരിലേക്കും ഒരു നോട്ടം വഹിച്ചുകൊണ്ടവൻ പറഞ്ഞു. ഞാൻ രാഹുൽ മാധവ്, രാജേശ്വരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ മാധവ മേനോൻ്റെയും മിസ്സിസ് രാജേശ്വരി മാധവൻ്റെയും ഒരേ ഒരു പുത്രനായ രാഹുൽ മാധവ്. അപ്രതീക്ഷിതമായ അവൻ്റെ ആ വെളിപ്പെടുത്തൽ സേതുരാമൻ എന്ന വ്യക്തിയിൽ കൂടുതൽ ആശ്ചര്യം സൃഷ്ടിക്കുകയായിരുന്നു. സത്യം തുറന്നു പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ രാഹുൽ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പ്രിയയുടെ മുഖത്തേക്ക് ശരിക്കുമൊന്ന് നോക്കി. ഒന്നും മനസ്സിലാകാതെയുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൻ കൂടുതൽ കൗതുകത്തോടെ അത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തുടരും. കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.